എന്നിട്ട് സമാധാനമായിട്ട് ഈ മഹാമായ ഒപ്പത്തൻ കവർദ്ധമെന്ന് കടന്നുകൂടിയ ശങ്കരൻ നിങ്ങൾ ആരാധിച്ചിരുന്ന ഗുരു മാരുള്ള വൃക്ഷത്തിങ്കീകൾ തപസ് ചെയ്ത നേരം പന്നകം നൃത്തം ചെയ്യുന്നത് കണ്ടതുകൊണ്ട് പാമ്പാടിയാണെന്ന് നാമധേയം. അങ്ങനെ ഇരിക്കുന്ന ഈ ദേശത്തിനകത്ത്, ഈ പുണ്യഭൂമിക്കകത്ത് ഞാൻ കാലും കഴുകി കയറി അല്ലേ, പടർന്ന പള്ളി പോലെയും പറന്ന വെള്ളം പോലെയും ഭൂമി കുളിഞ്ഞേണം സമുദ്രം നൽകുന്ന പോലെ പ്രകാരത്തെങ്കിൽ എന്റെ സന്ദേഹന്മാർക്ക് യാതൊരല്ലെങ്കിലും മഹാജാധീവെന്ന് ഭൂമിക്കാൻ ഇളവരുത്താതെ വൈദ്യനാഥനായിട്ട് ഈ മഹാദേവനിവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലേ, ഇതൊന്നുമല്ല. എന്ത് മാണായ നഗരം എന്നിരിക്കുന്നതാ ആ പള്ളിക്കകത്ത് അല്ലേ, ഇവിടെ കയ്യെടുക്കുന്നില്ലേ, ഇപ്പോഴും ഉണ്ട്. ഒരു സഹോദര ബന്ധമാണല്ലേ, പള്ളിയിലായാലും പള്ളിയറയിലായാലും പഞ്ചനമസ്കാരം ചെയ്തും 5 പൂജകൾ ചെയ്തും അതുകൊണ്ട് ഒരുമയോടെ നിലനിന്നിരിക്കുന്നതായ അനുഭവം തന്നെയാണ് അല്ലേ. പിന്നെ അക്ലിയത്തപ്പന്റെ അഭിഷേകം ഒഴുകുന്ന സ്ഥലക്കൂറ് അതിലും നിഷേധിച്ച് എന്ന പെരുന്തൃക്കോടൊപ്പടന്നിരിക്കുന്നതാ ആ ദിവ്യമായ ചൈതന്യത്തിന്റെ കരവലയത്തിനുള്ളിലാണ് കടലും കരയും ഒത്തുചേർന്നിരിക്കുന്നതായ ഈ ദേശം അല്ലേ. ഇരിക്കട്ടെ, പന്നകഭൂഷണനാണല്ലോ ഈ മഹാദേവൻ അല്ലേ. എന്നത് ഹംസിക്കാൻ വന്നിരിക്കുന്ന നാഗങ്ങളെ പോലും ആഭരണമാക്കി അണിഞ്ഞിരിക്കുന്നതായ കാളകണ്ഠനാണ് ഈ മഹാദേവൻ. ആയത് പ്രകാരത്തിങ്കിൽ ഇന്നത്തെ ദിവസം വന്നു, എന്റെ തണ്ടേരെ കണ്ടു, ശേഷമുള്ളതായിരിക്കുന്ന മുഴുകളെ കണ്ടുവച്ചു. ഇനി വരും കാലം അത്രയും നിങ്ങളാവുന്നതായിരിക്കുന്ന ഈ ശ്രേഷ്ഠ ഭൂമിക്കകത്ത് ഞാനെന്നിരിക്കുന്നതായ ചൈതന്യത്തിന്റെ പ്രഭാവലയം അല്ലെ, ആ പ്രഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണമെന്നവന്റെ മോള് അതിനുള്ള ഭാഗ്യത്തെ ഞാൻ കാണിക്കാൻ കണ്ടു.